നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ശിഷ്യരെ കൂടാതെയുള്ള യേശുവിന്റെ യാത്ര. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 33-ഉം 36-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞൂന്ന് മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞ പോലെ ഇന്ന് നിങ്ങളോട് പറയുന്നു. 36-ാം വാക്യം. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്കിപ്പോൾ എന്നെ അനുഗമിക്കാൻ കഴിയുകയില്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശു തൻ്റെ ശിഷ്യരോട് പറയുകയാണ്, ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി അധികം താമസമില്ല. ഇനി കുറഞ്ഞൂന്ന് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ വിട്ടുപോകും. കുറച്ചു കാലം മാത്രം ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും. പിന്നീട് ഞാനൊരു സ്ഥലത്തേക്ക് പോകും. ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. അവർക്ക് അത്ഭുതമായി. എന്താണ് യേശു പറയുന്നത്? വളരെ കുറച്ച് സമയം മാത്രം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, പിന്നെ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകും, നിങ്ങൾക്ക് അങ്ങോട്ട് വരുവാൻ കഴിയുകയില്ല. പത്രോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് മനസ്സിലായില്ല, നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ യേശു പറയുകയാണ്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്കിപ്പോൾ എന്നെ അനുഗമിക്കാൻ കഴിയില്ല, പിന്നെ അനുഗമിക്കാൻ കഴിയും. പല ആളുകൾക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. യേശു പറയാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ യേശു ഉദ്ദേശിച്ചത്, താൻ കുരിശിലേക്ക് പോകുന്ന കാര്യമാണ്. അത് താൻ ഏകനായി ചെയ്യേണ്ട കാര്യമാണ്. കഴിഞ്ഞ 3.5 വർഷം ശിഷ്യരെ വിട്ട് ഒരു ദിവസം പോലും യേശു മാറി നിന്നു എന്ന് പറയാൻ സാധിക്കുകയില്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടി എങ്ങാനും മലയിലേക്ക് പോയി എന്നുള്ളതല്ലാതെ ബാക്കി എല്ലാ നേരവും, എല്ലാ ഭക്ഷണ സമയത്തും, ഉറങ്ങുന്ന സമയത്തും യേശു അവരോട് കൂടെ ഉണ്ടായിരുന്നു. ആ യേശു പറയുകയാണ്, ഞാനൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, നിങ്ങൾക്ക് അങ്ങോട്ട് വരുവാൻ കഴിയുകയില്ല. വാസ്തവത്തിൽ അത് ക്രൂശമരണത്തിൻ്റെ കാര്യമാണ്. കർത്താവായ യേശുവിൻ്റെ ക്രൂശമരണം പഴയ നിയമത്തിൽ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് 22-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. അതുപോലെ അവർ എനിക്ക് കുടിപ്പാൻ കയ്പ് തന്നു. അവർ എൻ്റെ വസ്ത്രം ചീട്ടിട്ടു, എൻ്റെ അങ്കി അവർ പകുത്തെടുത്തു. അങ്ങനെ ഉള്ള ഒരുപാട് പ്രവചനങ്ങൾ ബൈബിളിലെ പഴയ നിയമ പുസ്തകങ്ങളിൽ, സങ്കീർത്തനത്തിലും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ കുരിശിൽ തൂക്കി കൊല്ലുന്ന ആളുകളുടെ കയ്യിലും കാലിലുമാണ് ആണി അടിക്കുന്നത്. അതുകൊണ്ടാണ് അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്നെഴുതിയിരിക്കുന്നത്. അപ്പം അത് റോമക്കാരുടെ രീതിയാണ്. ഏറ്റവും ഹീനമായ ശിക്ഷാ സമ്പ്രദായമാണ് കുരിശുമരണം. കാരണം കുരിശിൽ ആളെ കിടത്തി കൈയിലും കാലിലും ആണികൾ അടിച്ച ശേഷം ആ കുരിശ് കുഴിയിലേക്ക് നാട്ടുകയാണ്. അങ്ങനെ കുഴിയിലേക്ക് നാട്ടി കുറച്ച് കഴിയുമ്പോൾ ഈ ശ്വാസം വലിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. ദാഹിച്ചാൽ വെള്ളമൊന്നും കൊടുക്കുകയില്ല. ഈ ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് മിക്ക ആളുകളും, ആരോഗ്യമില്ലാത്ത ആളിലൊക്കെ പെട്ടെന്ന് മരിക്കും. പ്രത്യേകിച്ച് അത് വെള്ളിയാഴ്ചയോ മറ്റോ ആണെങ്കിൽ കാല് മുട്ടിന് താഴെ വെച്ച് തല്ലി ഒടിക്കും. അപ്പോൾ ശ്വാസം എടുത്തു വലിക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ട് പെട്ടെന്ന് മരിക്കും. ആ ശവം ഉറുമ്പ് കയറും, അതിലേക്ക് ഈച്ചകളാർക്കും, കാക്ക വന്ന് തലയിൽ നിന്ന് കണ്ണ് കൊത്തിപ്പറിക്കും, കഴുകന്മാർ വന്നിരുന്ന് കൊത്തിപ്പറിക്കും. അത് ശവം ആരും അടക്കാറില്ല, അങ്ങോട്ടാരും പോകാറുമില്ല. ഏറ്റവും ഹീനമായ ഇഞ്ചിഞ്ചായിട്ടുള്ള മരണമാണ് ഈ റോമാക്കാരുടെ ഈ ശിക്ഷാരീതി. യഹൂദന്മാരുടെ ശിക്ഷാരീതി കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തലക്കെട്ടൊരു ഏറ് കിട്ടിയാൽ സെക്കൻഡ് കൊണ്ട് മരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, ഇഞ്ചിഞ്ചായിട്ട് മരിക്കുകയാണ്. അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു പെസഹ കുഞ്ഞാടാണ്.
അതായത് ഇസ്രായേലിന് വേണ്ടി അവരുടെ പാപത്തിന് ശിക്ഷ ഏൽക്കുന്ന ബലിമൃഗമാണ് യേശു. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്രാവകൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ പാപത്തെ ഒരാടിൻ്റെ തലയിൽ ചുമത്തിയിട്ട് ആ ആടിനെ മരുഭൂമിയിലേക്ക് ഇങ്ങനെ ഏകനായി വിടുന്ന ഒരു കാര്യമുണ്ട്. യേശു ഏകനായിട്ട് വേണം എന്ത് ചെയ്യാൻ? ശിഷ്യന്മാരെ കൂടാതെ ഏകനായി പോയി വേണം കാൽവറിയിൽ ഈ ത്യാഗം സഹിക്കാൻ, ഈ ശിക്ഷ സഹിക്കാൻ, ഈ നരകം അനുഭവിക്കാൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. ഈ കാര്യം സെഖരിയാവിൻ്റെ പ്രവചനത്തിൽ പണ്ടേ എഴുതിയിട്ടുണ്ട്. വാളെ ഉണരുക, ആടുകൾ ചിതറിപ്പോയിട്ട് ഞാൻ ഇടയനെ വെട്ടും, എൻ്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെ വാൾ ഉണരും, ആടുകൾ ചിതറിപ്പോകും. യേശുവിനെ പിടിച്ച രാത്രിയിൽ ഈ 3.5 വർഷം യേശുവിനോടുകൂടെ ഉണ്ടും ഉറങ്ങിയിരുന്ന സകല ശിഷ്യന്മാരും ചിതറി ഓടാനിടയായി. കാരണം അവർ വേറൊരു നാട്ടിലാണ് വന്നിരിക്കുന്നത്. അവർ ഗലീലക്കാരാണ്. ഈ സംഭവം നടക്കുന്നത് യെരുശലേമിലെ യഹൂദ സംസ്ഥാനത്താണ്. അതുകൊണ്ട് റോമ പട്ടാളക്കാർ ഇവരെയും പിടിക്കുമെന്ന് പേടിച്ച് അവർ ഓടിക്കളഞ്ഞു. അത് യേശു പണ്ടേ പറഞ്ഞിരുന്നു, നിങ്ങളെല്ലാവരും എന്നെ വിട്ടു പോകും എന്ന് പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ഏകനായി വിസ്തരിക്കപ്പെട്ടു. യേശു ഏകനായി കുരിശിൽ ചുമന്നുകൊണ്ട് ആ കാൽവറി മലയിൽ യാഗമാകാനിടയായി. യേശു പറഞ്ഞു, നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. എന്നാൽ യേശു പിന്നീട് പറയുകയാണ്, കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ എൻ്റെ പിന്നാലെ വരും എന്ന് പറഞ്ഞാൽ നിങ്ങളും കുരിശിക്കപ്പെടും. കുറെ കാലം കഴിഞ്ഞാണ്, ഒരുപക്ഷെ 50 വർഷം കഴിഞ്ഞായിരിക്കാം. ശിഷ്യന്മാരൊക്കെ രക്തസാക്ഷികളാകുകയായിരുന്നു, പലരെയും കുരിശിച്ചു കൊല്ലുകയായിരുന്നു. അതുദ്ദേശിച്ചാണ് യേശു പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പോകുന്ന വഴിക്ക് വരാൻ കഴിയുകയില്ല, എന്നാൽ പിന്നീട് വരുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഏകനായിട്ട്, സഹായത്തിന് ആരുമില്ലാത്തവനായിട്ട്, എത്രയോ ആയിരങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു, എത്രയോ രോഗികൾക്ക് സൗഖ്യം നൽകി, എത്രയോ മരിച്ചവരെ ഉയർപ്പിച്ചു, അവരുടെ ബന്ധുക്കളോ ഒന്നും ഒരു തുണയ്ക്കായിട്ടില്ലായിരുന്നു, പാടില്ല. യേശു ഏകനായിട്ട് നമുക്ക് വേണ്ടി രക്ഷയൊരുക്കി. നമ്മുടെ നരകശിക്ഷ മുഴുവൻ പാപമില്ലാത്തവൻ അനുഭവിച്ചു. ആ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ദൈവമക്കളാകുവാൻ ഏതൊരാൾക്കും സാധിക്കും. അതിന് ദൈവം എവരെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.